നിസ്സാരം 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 നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ നിസ്സാരം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നിസ്സാർ ടെക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു ടെക് വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഫുഡ് പ്രോഡക്റ്റിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റിന്റെ പേരെന്താന്ന് വെച്ചാൽ ഓറഞ്ച് ബലൂൺ ബാർ എന്നാണ്. ഗൈസ് നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ഗൈസ് വീഡിയോയിട്ട് പോകുന്ന മുമ്പ് ഈ ചാനലിന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഗൈസ് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഗൈസ് അപ്പം നമുക്ക് ആദ്യമായിട്ട് 1 ലിറ്റർ വെള്ളം വേണം. അത് കഴിഞ്ഞ് നമുക്കൊരു ടാങ്ക് വേണം, ഓറഞ്ച് ഫ്ലേവർ. അത് നമ്മളൊരു കത്രി കൊണ്ട് വെട്ടുകയാണ്. അതിന് നമുക്ക് ആ ടാങ്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് അതൊരു തവി വെച്ച് കലക്കി കൊടുക്കാം. ഗൈസ് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. അതിനുശേഷം നമുക്കത് കലക്കാം. നല്ല വൃത്തിയായി കലക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ബലൂൺ പാക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഗൈസ് ഇനി നമുക്ക് ബലൂൺ ചെറു ചൂടുവെള്ളത്തിൽ കഴുകാം. ഗൈസ് ഇനി നമുക്ക് അടുത്തതായിട്ടൊരു പാത്രവും ഒരു ഗ്ലാസ്സും വേണം. നമുക്കൊരു ബലൂൺ എടുക്കാം. ഈ ബലൂണിൻ്റെ അകത്ത് നമുക്ക് ടാങ്ക് നിറച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഫണലിന് ഓരോരു കുപ്പിയായിരുന്നു എടുത്തിരിക്കുന്നത്. നമുക്ക് ആ കുപ്പിയിലോട്ട് ഈ ബലൂൺ വെച്ച് കൊടുക്കാം. ഗ്യാസ് ഇനി അതിന് ശേഷം നമുക്ക് ടാങ്ക് വെക്കാണ്ടൊക്കെ വെച്ച് കൊടുക്കാം. ഗ്യാസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം നിറമുണ്ട്, ഏകദേശം നിറച്ച് കഴിഞ്ഞു. പിന്നെ നമുക്കൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ആ ബലൂണിലോട്ട് വെച്ച് കൊടുക്കാം. നല്ല ഉള്ളിലോട്ട് കയറ്റണം, എങ്കിലേ നമുക്ക് ഐസ് ആകുമ്പോൾ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. വീഡിയോ കാണുന്ന പോലെ തന്നെ ഗൈസ് നിങ്ങൾ ചെയ്യണം. അതിനുശേഷം നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് അവിടെ കൊടുക്കാം, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട്. പിന്നെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടത്, നമ്മൾ ഈ ഐസ്ക്രീം സ്റ്റിക്ക് കയറ്റുമ്പോൾ ബലൂണിൻ്റെ അകത്തുള്ള പ്രഷർ കാരണം നമുക്ക് ടാങ്കിൻ്റെ വാട്ടർ വെളിയിലോട്ട് ചാടാൻ ചാൻസ് ഉണ്ട്. ഗൈസ് നമ്മൾ അതേപോലെ ഒരു ബലൂൺ കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ 2 ബലൂൺ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കത് ഫ്രീസറിലോട്ട് കയറ്റി കൊടുക്കാം. അതിന് മുമ്പേ നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കണം, കാരണം ഇല്ലെങ്കിൽ ഐസ് ആകുമ്പം ബലൂൺ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ബലൂൺ വെക്കണം ഫ്രീസറിൻ്റെ അകത്ത്. ഗൈസ് സെറ്റായെന്നാണ് തോന്നുന്നത്. നമുക്ക് എടുത്ത് ഇനി അത് കീറിയാലേ അറിയാൻ പറ്റുള്ളൂ നമ്മൾ എക്സ്പെരിമെൻ്റ് വിജയിച്ചോ ഇല്ലേ എന്ന്. നമുക്ക് ആ ഫ്രിഡ്ജിൽ നിന്ന് പതുക്കെ എടുക്കാം, ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും.
ഗൈസ് ഇനി നമുക്കൊരു ബ്ലേഡ് കൊണ്ട് അത് കീറി വെക്കാം. ഗൈസ് കീറിയിരിക്കുന്നു. നമുക്ക് ആ ബലൂൺ ഇളക്കി കൊടുക്കുക. അതിന് നമുക്ക് അതിൽ നിന്ന് റബ്ബർ ബാൻഡ് ഊരി കൊടുക്കുക. സെറ്റായിരിക്കണം നമ്മുടെ ബലൂൺ ബാർ ഐസ്ക്രീം. വിചാരിച്ചതിനെക്കാട്ടി സെറ്റായി. ഗായ്സ് അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പം ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഇതുവരായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മളിത് ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് നല്ല പൊളി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാനല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സാധാ ടാങ്കിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഗൈസ് നിങ്ങൾക്ക് കാണാം. ഇപ്പം നല്ല അലിഞ്ഞു തുടങ്ങി. നേരത്തെ ഒരു ബലൂൺ മോഡലായിരുന്നു. കണ്ട Assassino,